ഇന്നും കനത്ത പുകമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കാഴ്ചാ പരിധി അങ്ങനെ 50 മീറ്ററിൽ താഴെയാണ് എന്നുകൂടെ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ട്രെയിൻ സർവീസുകളൊക്കെ മണിക്കൂറുകളോളം തടസ്സപ്പെടുകയാണ്. നോക്കൂ, അരവിന്ദിന്റെ പിന്നിലേക്ക് നോക്കൂ, അവിടെ എന്താണ്? അരവിന്ദ്, അപ്പോൾ വലിയ രീതിയിൽ വായു ഗുണനിലവാരം അത് മോശം അവസ്ഥയിൽ 400 മുകളിലാണ് പലയിടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹി നിവാസികളുടെ ജീവിതം അത് ഓരോ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ടിലാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം, അരവിന്ദ്? ഡൽഹിയിൽ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ. കാരണം വായുമലിനീകരണം കാരണം തന്നെ ഡൽഹിയിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ശൈത്യകാലം കൂടി കടുത്തതോടെ മൂടൽമഞ്ഞും പുകമഞ്ഞും എല്ലാം കൂടെ മൊത്തത്തിൽ മിക്സ് ചെയ്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. എന്നാലും കാഴ്ചപരിധി ഡൽഹിയിലൊന്നും ബൈക്കിലൊന്നും രാവിലെ വരാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കാഴ്ചപരിധി പല മേഖലകളിലും 50 മീറ്ററിന് വരെ താഴെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടക്കാൻ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വായുമലിനീകരണം കാരണം വലിയ രീതിയിൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യമാണുള്ളത്. കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. ഏകദേശം ഡൽഹിയിലെ 85% ജനങ്ങൾക്കും ഇത്തരം അസുഖങ്ങൾ ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ സർക്കാർ സ്വീകരിച്ച നടപടികളെല്ലാം അപ്പാടെ പരാജയപ്പെടുന്ന കാര്യമാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശൈത്യകാലം കൂടി കടുത്തതോടെ പുകമഞ്ഞ് അതീവ രൂക്ഷമായിരിക്കുന്നു ഡൽഹിയിൽ. വിമാന, റോഡ്, റെയിൽ ഗതാഗതത്തെ പൂർണ്ണമായും ഈ പുകമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാനങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വൈകി സർവീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന് കൂടി ഇപ്പോൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം ഹൈവേയിലും എക്സ്പ്രസ് വേയിലടക്കം വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നത്. കാരണം ഈ കാഴ്ചപരിധി പൂർണ്ണമായും കുറഞ്ഞതോടുകൂടി തന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിൽ ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഡൽഹിയിൽ വായു മലിനീകരണ തോത് കൂടി രൂക്ഷമാകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 400 മുകളിലാണ് ഇന്നും വായു ഗുണനിലവാര സൂചിക പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആനന്ദ് വിഹാർ അതുപോലെ തന്നെ IT അടക്കമുള്ള മേഖലകളിൽ 400 മുകളിൽ വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതീവ ഗുരുതര വിഭാഗത്തിൽ തന്നെയാണ് ഈ വായു മലിനീകരണം തുടരുന്നത്. വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന അവകാശവാദം മാത്രമാണ് ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി എല്ലാം ഡൽഹി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിതം അത് വലിയ രീതിയിൽ ദുരിതത്തിൽ തന്നെ തുടരുന്നു. ശൈത്യകാലം കൂടി കടുത്തതോടെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ സയാനൊക്കെ പറയുന്നുണ്ട് അരവിന്ദനോട് മാസ്ക് ധരിച്ച് നിൽക്കാൻ പറയണമെന്നൊരു. പക്ഷേ റിപ്പോർട്ടിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. പക്ഷേ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മാത്രമല്ല, നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, ഭരണമാറ്റം വന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ തലസ്ഥാനത്ത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്?